വാർത്തയിലേക്ക്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് ഡൽഹി മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കള്ളക്കേസിൽ കുടുക്കിയതിന് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് മന്ത്രി എം പി രാജേഷ്. സിബിഐയും ഇഡിയുമൊക്കെ നയരൂപീകരണത്തിൽ ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിപൂർണമായി കെട്ടിച്ചമച്ച കള്ളക്കേസിനെ കോടതി തള്ളിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ധാരണ ഉപജാപമായിരുന്നു കേജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും അറസ്റ്റിലേക്ക് എത്തിച്ചത്. അത് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിരുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനെ അട്ടിമറിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയുണ്ടായിട്ടല്ല. പക്ഷേ ആപ്പിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് ബി ജെ പിക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കാൻ കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് ഗൂഢാലോചന നടത്തി. സമാനമായ ഒരു ഗൂഢാലോചന കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് കേരളത്തിലും നടത്തിയിരുന്നു. ഇതേ തിരക്കഥ കേരളത്തിൽ നടപ്പാക്കാനായിരുന്നു 2021 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശ്രമം. കേരള മുഖ്യമന്ത്രിയെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കൈപൊള്ളുമെന്ന സ്ഥിതി വന്നതോടെയാണ് കേന്ദ്ര സർക്കാർ പിന്മാറിയതെന്നും മന്ത്രി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായാണ് AAP നേതാക്കളെ ജയിലിലടച്ചത്. കേരളത്തിലും ഇത്തരം നീക്കം കോൺഗ്രസും ബി ജെ പിയും നടത്തി. 2021 മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലാക്കാൻ ശ്രമിച്ചിരുന്നു. ബി ജെ പിക്ക് സീറ്റ് കിട്ടാനും കോൺഗ്രസിന് ഭരണം പിടിക്കാനുമായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത്. സർക്കാർ സർവേ ഭരണഘടനാ വിരുദ്ധമല്ലെന്നും അധികാര ദുർവിനിയോഗവുമല്ലെന്നാണ് കോടതി പറഞ്ഞത്. ഇതോടെ ഇത് ഉയർത്തിക്കൊണ്ടുവന്നവരുടെ ലക്ഷ്യം വ്യക്തമായെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലേ കോൺഗ്രസും ബി ജെ പി തമ്മിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയില്ലേ? നിങ്ങളല്ലേ ഈ നാട്ടിൽ ഇതൊക്കെ വാർത്ത കൊടുത്തവരായിരുന്നില്ലേ? അല്ലേ? മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം വരെ നടത്തിയിട്ട് വിജയിക്കാതെ പോയതല്ലേ? പക്ഷേ എന്റെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ED തൊട്ട് കണ്ടുകെട്ടിയ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്കെതിരെ അന്വേഷണമുണ്ട്. പക്ഷെ കേജ്രിവാളിനെ പോലെ 4-5 മാസം ആരും ജയിലിൽ കിടന്നില്ല. മനീഷ് സിസോദിയെ പോലെ 1.5 കൊല്ലം ജയിലിൽ കിടന്നില്ല. എന്താ ഇപ്പോഴെങ്കിലും കോൺഗ്രസ് പറയാത്ത? ബി ജെ പി പ്രതിപക്ഷ നേതാക്കളെ ഏജൻസിയെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഒന്നാന്തര ഉദാഹരണമാണ്. കോടതി തന്നെ അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്താ കോൺഗ്രസിന് കഴിയാത്തത്? ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുടെ കാര്യമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ഉപജാപമാണ്. UTV ന്യൂസ്, പാലക്കാട്.